നമുക്കിപ്പം സിബി മലയിലുണ്ട്. സിബി മലയിൽ ആ വാക്ക് പ്രധാനപ്പെട്ടതാണ്, സെൻസിറ്റിവിറ്റി. നമ്മൾ ഇത്ര വേഗം സെൻസിറ്റൈസ് ചെയ്യപ്പെടുന്ന, ഇത്ര വേഗം നമ്മൾ വൈകാരികമായി അടിമപ്പെടുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? അങ്ങയുടെ സിനിമ ഞാൻ നോക്കുകയായിരുന്നു. ഞാൻ ആ സിനിമ ഇന്നലെ കുറച്ച് ഭാഗങ്ങൾ കണ്ടു. അതിൻ്റെ അവസാനത്തെ സീൻ അങ്ങയുടെ സിനിമയാണെന്ന് തോന്നുന്നു, എഴുതാപ്പുറങ്ങൾ. അതെ, ലോഹിദാസിൻ്റെ സ്ക്രിപ്റ്റാണ്. ആ സിനിമയിൽ സീത എന്ന കഥാപാത്രത്തിനെ ഇന്ന് ഈ സാഹചര്യത്തിൽ താങ്കൾക്ക് സൃഷ്ടിക്കാൻ കഴിയുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇതെന്താണ് സംഭവിക്കുന്നത്? കാഞ്ചന സീതയ്ക്കില്ലാത്ത, സീത എന്ന സിനിമയ്ക്ക് തന്നെ ഇല്ലാത്ത, പട്ടാളം ജാനകി എന്ന സിനിമയ്ക്കില്ലാത്ത ഒരു സെൻസറിങ് ഈ സിനിമയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ഈ കാലത്തിന് എന്താണ് സംഭവിക്കുന്നത് സിബി മലയിൽ? നമ്മളെല്ലാവരും വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഇത്തരത്തിൽ ഉള്ള ഒരുപാട് അടിസ്ഥാനമില്ലാത്ത ചില നിരീക്ഷണങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ സെൻസർ ബോർഡിൻ്റെ കേരളത്തിൽ കണ്ടവരും ബോംബെയിൽ കണ്ട ആ മെമ്പേഴ്സ് എല്ലാവരും ഇതിൻ്റെ കണ്ടന്റിനെ കുറിച്ച് അവർക്ക് ആർക്കും ഒരു പരാതിയില്ല. അവരുടെ കൺസേൺ ഈ പേരാണ്. ആ കണ്ടന്റിൽ കുഴപ്പമില്ലെങ്കിൽ പിന്നെ ഈ പേരെങ്ങനെയാണ് കുഴപ്പമാകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. ശരിക്കും എന്താണ് സംഭവം? ഈ ഒരു പേര്, അത് സീത എന്ന് പറയുന്ന ഒരു ദേവതയുടെ ഒരു പേരിനോട് ചേർത്ത് വെച്ച് പറയുന്ന ആ നാമത്തെ നമ്മൾ അത്രമാത്രം സെൻസിറ്റീവായിട്ടുള്ള ഒരു ജനതയെ എന്തുകൊണ്ട് മാറുന്നു എന്നുള്ളതിനെ നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. മുമ്പ് ഈശോ എന്ന് പറയുന്ന ഒരു സിനിമ വന്നപ്പോഴും ഇത്തരത്തിൽ ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ നിന്നുള്ള കുറേ ആൾക്കാർ അതിനെതിരെ മുന്നോട്ട് വന്നു. പക്ഷേ അവർ തിയേറ്ററിൽ ആ സിനിമ കണ്ടപ്പോൾ അതും അവർ ഉദ്ദേശിക്കുന്ന ആ ഒരു അപകടം ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. ഇത് സെൻസർ ബോർഡ് അംഗങ്ങൾ കണ്ട് അതിൻ്റെ കണ്ടന്റിനെ പറ്റി ഒരു പരാതിയുമില്ലാത്ത, ഒരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു സിനിമയുടെ പേരിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ സംസാരിക്കേണ്ടി വരുന്ന ഒരു ഗതികെട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ജാനകി കുട്ടിക്ക്, പട്ടാളം ജാനകി തുടങ്ങി ഇത്തരം പേരുകൾ ഉപയോഗിച്ച് എത്രയോ സിനിമകൾ വന്നു. അന്നൊന്നുമില്ലാത്ത ഒരു സാഹചര്യം എന്തുകൊണ്ട് ഇപ്പോൾ സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ എഴുതാപ്പുറങ്ങൾ എൻ്റെ സിനിമയാണ്. ലോഹിദാസ് എഴുതി ഞാൻ സംവിധാനം ചെയ്ത സിനിമയാണ്. അത് 1987 തിയേറ്ററുകളിൽ എത്തിയ സിനിമയാണ്. അതിലെ നായിക ഭർത്താവിൻ്റെ അശ്രദ്ധ മൂലം റേപ്പ് ചെയ്യപ്പെടുകയും അതിനുശേഷം ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടുകയും അതിൻ്റെ പര്യവസാനത്തിൽ റെയിൽവേ സ്റ്റേഷനിലെ ഇരുട്ടിൽ നിന്നും ഒരു ശരീരം വിറ്റ ശേഷം റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് കരയുന്ന കുഞ്ഞിനെ കോരിയെടുക്കുന്ന ഒരു സീതയിലാണ് സിനിമ അവസാനിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ അത്തരത്തിലുള്ള രംഗം ചിത്രീകരിക്കാൻ നമുക്ക് ആശങ്ക ഉണ്ട്, ഭയമുണ്ട്. നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ ആശങ്കാജനകമായ ഒരു സിറ്റുവേഷനാണ്. ഇത് വളരെ വേദനയോടുകൂടിയും ആശങ്കയോടുകൂടിയുമാണ് കേൾക്കുന്നത്. കേരളത്തിലെ എണ്ണം പറഞ്ഞ ഏറ്റവും മികച്ച ചിത്രങ്ങൾ എടുത്തൊരു സംവിധായകനാണ് പറയുന്നത്, ഈ കാലത്ത് അതേപോലെ ഒരു കഥ എഴുതാൻ, അതേപോലെ ഒരു കഥ ചിത്രീകരിക്കാൻ, അതേപോലെ ഒരു കഥയ്ക്ക് പേര് കൊടുക്കാൻ ഭയമുണ്ട് എന്ന് പറയുമ്പോൾ ഈ നാടിന് എന്ത് സംഭവിച്ചിരിക്കുന്നു എന്നതാണ് ചോദ്യം. തീർച്ചയായിട്ടും ശ്രീ എ റഹീം, ആ ഭയം നമ്മളെ ആകെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു ഭയമായി മാറുന്നു. ഇന്ന് രഞ്ജി പണിക്കർ പറഞ്ഞത് കഥാപാത്രങ്ങൾക്ക് പേരു മാറ്റി നമ്പറിടേണ്ട ഒരു സാഹചര്യത്തിലേക്കാണോ നമ്മൾ വരുന്നത് എന്നാണ്. Debate with Dr. Arun Kumar.